പറഞ്ഞോ. എന്തെടുക്കുവാ? നാട്ടിലൊന്നും പോകുന്നില്ലേ? അച്ഛൻ ഇന്ന് തിരിച്ചു പോകും. ഞാൻ നാളെ മറ്റോ പോകും. ഞങ്ങളാരും കല്യാണത്തിന് വരണ്ടേ? കല്യാണത്തിന് വന്നില്ലെങ്കിലും റിസപ്ഷന് വന്നാ മതി. അതെന്താ? വേറൊന്നുമല്ല, തന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളതുകൊണ്ട് എന്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടും. പിന്നെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി അടുത്ത ചേട്ടന്റെ കാര്യമില്ലെന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാരും കൂടി എന്നെ കല്യാണത്തിന് നിർബന്ധിക്കും. അവർക്ക് അതല്ലേ പണി. ഇല്ല മോനെ, കല്യാണത്തിന് വരുന്നവരൊക്കെ ചോറ് ഇടാൻ തിരക്കി നടന്നോളും. അവർക്ക് നിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് എന്ത് സങ്കടമാണെന്ന് അറിയണ്ടേ? അവര് നല്ലവരായിരുന്നെങ്കിൽ ഈ ഞാൻ ഇങ്ങനെ ഒറ്റ തടിയായിട്ട് ഇത്രയും കാലം നിൽക്കുമായിരുന്നോ? എത്ര കാലമായിട്ട് ഞാൻ ഈ കരിക്കലം കഴുകൊണ്ട് നടക്കുന്നു. ഇത് കരിക്കലം അല്ലായിരുന്നു, അത് ക്രോസ് പേഷ്യന്റ് വന്നിട്ടുണ്ട്. ശരി, പേഷ്യന്റ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഇവന്റെ കാലിന് എത്ര നീട്ടമുണ്ടെങ്കിൽ ഷൂസിന്റെ അളവ് എന്തായിരിക്കും? അല്ല, ഞാൻ ഈ കാലേ ഷൂസിന്റെ ഞാൻ കുറച്ച് സ്മാർട്ടായി പോയി. എന്റെ അസൂയ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കുത്തി കടലിലിട്ടു. ഹൈ ഹൈ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കുത്തി കടലിലിട്ടു. നെയ്യപ്പ നെയ്യപ്പ നെയ്യപ്പ. അയ്യോ മാമ, എന്താ ഇത്? എന്താ മാമ കാണിക്കുന്നത്? ഒന്നുമില്ല മോനെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബോഡിക്ക് ഒരു പവർ ഉണ്ടാക്കി എടുക്കുക. അത് ശരി. ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആളെവിടെ? എന്താ ATM പോയി ബോഡി ചെയ്ത് തിരിച്ചു വന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞാ ഞാനും കൂടെ ചെല്ലാന്ന്. കേൾക്കണ്ടേ? കണ്ണാടിയൊക്കെ വെച്ച പോലെ ഓടയിലും പോയി വീണ് കോർപ്പറേഷൻകാർ വല്ല കുപ്പയിൽ വിട്ട് കാണും. ചോദ്യം നേരെ തുണി കൊടുത്ത് നിൽക്കുക മാമ. ഫോൺ എടുക്കാതെയാണോ പോയിരിക്കുന്നത്? അച്ഛാ, ഫോൺ പോയത്. താങ്ക്സ്. പൈസ എടുത്തായിരുന്നു. ഈ കാർഡ് ഇട്ടിട്ട് കാശൊന്നും വരുന്നില്ല. കേടായെന്ന് തോന്നുന്നു. കേടായോ? ഇതെന്താ വാഴപ്പഴമാണ് കേടായി പോവാൻ? ശരിക്കും ഉപയോഗിക്കാൻ അറിയാൻ ഞാൻ ശരിക്കും യൂസ് ചെയ്ത് കാശ് എടുത്തിട്ട് വരാം. കാശ് വരാത്തതല്ലേ? ഇത് തന്നെടാ ഞാൻ ആദ്യം ചെയ്തത്. ഇനി എന്താ ചെയ്യണ്ടേ? പിൻ നമ്പർ അടിക്കണം. എന്നാ അടിക്ക്. 46 48. ശങ്കരനാരായണൻ ആരാ? അത് ഞാനാ. ഇനി എന്താ ചെയ്യണ്ടേ? എമൗണ്ട് എത്രയാ? 5000. അടിക്ക്. 5 50 500 5000. ഇതാ, ഇത് എന്നെ നേരത്തെ പറഞ്ഞത്. കാണിക്കുന്നേ നോക്കട്ടെ. നാപ്പത്താറ് 48. കണ്ടില്ലേ, രസീതും കാർഡ് വരുന്നു. കാർഡിനെന്ത് തകരാറ് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. നമുക്ക് കാർഡ് മാറ്റാം. പൈസ ബാങ്ക് വരുന്ന പോവാ. ഇതെന്താ മിഷൻ? ഓക്കെ സർ. പറയൂ സർ. ഇതെന്റെ അച്ഛനാ. അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ കാണാതെ പോയി സർ. എന്താ നീ പറയുന്നത്? ഒരു മിനിറ്റ്. കാണാതെ പോയെന്നു? കാണാതെ പോയോ? നിങ്ങൾ പൈസ എടുത്ത് പുറത്തോട്ട് പോകുമ്പോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ? ഇല്ല സർ, അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് കാണാതെ പോയതാ. അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് സാറേ കാണാതെ പോകുന്നത്? നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞു. 87472 98472. വെയിറ്റ് ചെയ്യൂ, സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. നിങ്ങൾ എന്നെ പിൻവലിച്ചിട്ടുണ്ട്. ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഈ സ്റ്റേറ്റ്മെന്റിലെ ട്രാൻസാക്ഷൻസ് ഒന്നും ഞങ്ങൾ ചെയ്തതല്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം പോയിരിക്കുന്നത്. നിങ്ങൾ തന്നെ എടുത്തിട്ടുള്ളതാ. സർ ഇല്ല സർ, ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അറിയില്ല സർ. സർ, എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷനാണ്. നിങ്ങൾ അറിയാതെ പിന്നെ എങ്ങനെ? സർ, ഈ ഓൺലൈൻ ഇന്റർനെറ്റ് ഇതൊന്നും സത്യമായിട്ട് അച്ഛൻ അറിയില്ല സർ. സർ, നിങ്ങൾ ആർക്കെങ്കിലും യൂസർ ഐഡിയോ പാസ്വേഡോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സർ. 4648 അത് മാത്രമേ എനിക്കറിയൂ. അച്ഛൻ അത്ര മാത്രമേ അറിയൂ സർ. സർ, ഇവിടെ എല്ലാം ഡബിൾ ഡോർ സിസ്റ്റമാണ്. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ അറിയാതെ വേറെ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സർ. സർ, സത്യമായിട്ടും ഇതും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല സർ. ശരി, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് FIRന്റെ കോപ്പി എടുത്തിട്ട് വാ. ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു തരാം. എന്താടാ ഇതൊക്കെ? നമ്മൾ പൈസ എടുത്തതുമില്ല, എന്നിട്ടിപ്പോ അത് കാണുന്നില്ല. എന്ത് അന്യായമാണ്ട. കടയും കാണുന്നില്ല. ഇതെന്തൊക്കെയാടാ? ചേട്ടാ, അവിടെ ഒരു കടയില്ലായിരുന്നോ? ഇപ്പൊ കാണുന്നില്ലല്ലോ. 1 മാസമായിട്ട് ആ കട അവിടെ ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് കാണുന്നില്ല. അത് നടത്തിയിരുന്ന ആള് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോടാ? അച്ഛാ, ഒന്ന് മിണ്ടാതിരിക്കേ. അച്ഛൻ കിഴക്കേക്കോട്ടെ ബസ്സിൽ കയറി വീട്ടിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ഇല്ലടാ, ഞാൻ
ഏയ് എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം. സഞ്ജയ് പറയടാ. എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കാണാതെ പോയി. എന്താടാ അക്കൗണ്ടിൽ നിന്ന് പൈസ കാണാതെ പോയോ? അതേടാ, ഞാനൊരു അക്കൗണ്ട് നമ്പർ തരാം. ആ അക്കൗണ്ട് നമ്പറിലേക്കാ പൈസ പോയിരിക്കുന്നത്. പറയ് ഞാൻ ഇത് എടുക്കട്ടെ. അക്കൗണ്ട് നമ്പർ പറ. 00123 012 4812 ഓക്കെടാ. സഞ്ജയ്, ഈ അക്കൗണ്ട് ബ്രസീലിലാണല്ലോ. ബ്രസീലിലോ? ആ, ഏതോ കമ്പ്യൂട്ടർ ട്രേഡിംഗ് കമ്പനിയുടെ പേരിലാ. ശരി, ആ കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുമോ? ശരി ഞാൻ മെസ്സേജ് ചെയ്യാം. വേഗം. Bienvenido a Brasil. Computadoras y servicios. എന്താ പണം കാണുന്നില്ലെന്നോ? Para servicio al cliente, presione 1. ഇതൊരു ബ്രസീൽ അക്കൗണ്ടാണ് മേജർ. നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല. Para solucionar problemas, presione 2. ഈ കാര്യം കൊണ്ട് പോലീസിന്റെ അടുത്ത് പോയാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല മേജർ. Para hablar con nuestro agente, presione 3. സഞ്ജയ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛൻ ACP ആണ്. അദ്ദേഹത്തെ പോയി കണ്ട എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും. അതായത് ഒരു ബ്രൗസിംഗ് സെന്റർ തുടങ്ങുന്നതിനും കമ്പ്യൂട്ടർ വാങ്ങുന്നതിനും നിങ്ങൾ ലോൺ എടുത്തു എന്നാണ് പറഞ്ഞത്, ശരിയല്ലേ? അതെ സർ. സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിയെന്നല്ലേ? ഇല്ല സർ, ഈ സ്റ്റേറ്റ്മെന്റിൽ ഇരിക്കുന്ന എല്ലാ അക്കൗണ്ടും ബ്രസീലിലാണുള്ളത്. ഫോൺ ചെയ്ത് നോക്കുമ്പോ വേറെന്തോ ഭാഷയാണ് കേൾക്കുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അതാ സാറിന്റെ അടുത്തേക്ക് വന്നത്. ശരി, ഓക്കെ. കമ്പ്യൂട്ടർ ഓർഡർ ചെയ്തത്, പണം കാണാതെ പോയത് എല്ലാം ബ്രസീൽ അക്കൗണ്ട് തന്നെയാണ്. എന്നാൽ ഡെലിവറി അഡ്രസ് എന്നൊന്നില്ലേ? അതേതാ കൊടുത്തത്? തമ്പാനൂരാണ് സർ. തമ്പാനൂരിലെ കട ശരിക്കും നിങ്ങളുടെ പേരിൽ തന്നെയാണോ? അല്ല സർ. അപ്പോൾ ഈ കേസിലെ ആദ്യത്തെ പ്രതി നീ തന്നെയാണ്. ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഗവൺമെന്റിനെ കബളിപ്പിച്ചു. ഒരു പ്രൈവറ്റ് ബാങ്കിനെയും ചതിച്ചിരിക്കുന്നു. എന്നിട്ടിപ്പോ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിരിക്കുന്നു. മൊത്തം 4 കേസിൽ പ്രതി ചേർത്ത് നിന്നെ എടുത്ത് അകത്തിടും. 1.5 കൊല്ലം നീ അകത്ത് കിടക്കും, അറിയാമോ? അങ്കിൾ, പിന്നെന്ത് ചെയ്യണം? ഏതോ ഒരു ഏജന്റ് പണം തരാമെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞിടത്തെല്ലാം നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അതല്ലേ സംഭവിച്ചത്? നോക്ക്, നിന്നെ ഇവള് കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ട് മാത്രമായി ഇത്രയും സംസാരിച്ചത്. അല്ലാതെ ഞാൻ സ്റ്റേഷനിലായിരുന്നുവെങ്കിൽ നിന്റെ കരണം അടിച്ച് പൊട്ടിച്ചെടുത്ത് അകത്തിട്ടാനെ. ഡെയിലി ഇതുപോലെ 1000 കേസ് വരും. അവരൊക്കെ സാധാരണക്കാര്. നീ ഒരു മെട്രിക്കാരനല്ലേ? നിനക്ക് അത്രയ്ക്ക് വിവരമില്ലേ? അങ്കിൾ. നോക്കുമോളെ, എനിക്ക് ഒഫീഷ്യലായി ഒന്നും ചെയ്യാൻ പറ്റില്ല. അൺഒഫീഷ്യലായി നിങ്ങൾ ശ്രമിച്ചു നോക്ക്. ചെല്ല്. ഏയ് നിക്ക്. മാസാമാസം മറക്കാതെ ഡ്യൂ അടച്ചോണം. അല്ലെങ്കിൽ ബാങ്കുകാർ നിന്റെ കടയും തിരക്കി വരും. അങ്ങനെ ഒരു കടയില്ലെന്ന് അവരറിഞ്ഞ നീ അഴിയണ്ണു. ഓർത്തോ? പൈസ ഇല്ലാതെ അനിതയുടെ കല്യാണം എങ്ങനെ നടത്തും? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. പൈസ കിട്ടിയില്ലെങ്കിൽ ഇൻവിറ്റേഷൻ വരെ അടിച്ചു വെച്ചു. എനിക്കെന്തോ ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത പോലെ തോന്നുന്നു. സഞ്ജയ്, വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ. ഇപ്പൊ ധൈര്യമായിട്ടിരുന്നാലേ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പറ്റും. നീ ടെൻഷൻ ആവാതിരിക്കേ. നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം? നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചാലോ? $10 ലക്ഷം ആക്കുന്ന എന്തിനാച്ചാ? 30 ലക്ഷം 50 ലക്ഷം ആക്കിയാലോ? എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് നാണവും മാനവും മര്യാദയും ഒന്നുമില്ല ഇല്ലേ? ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന വിചാരം പോലുമില്ല. പക്ഷെ എനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. ഇങ്ങനെ കാശ് കടം വാങ്ങാൻ വേണ്ടി ആരുടെ മുന്നിൽ വേണമെങ്കിലും കൈ നീട്ടുമല്ലേ? ഇങ്ങനെ മറ്റുള്ളവരുടെ നേരെ കൈ നീട്ടി നീട്ടി നിങ്ങളാ എന്റെ ജീവിതം നശിപ്പിച്ചത്. മോനെ, കാശ് കടം വാങ്ങിക്കും, എന്നാ കടക്കാർ വന്ന് നിൽക്കുമ്പോ വീട്ടിനകത്ത് പോയി ഒളിക്കും. അല്ലെങ്കിൽ അവന്റെ മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കും. ഞാൻ അന്ന് തൊട്ടേ പറയല്ലേ ഇതൊന്നും വേണ്ട വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾ കാരണം, നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം ഞാൻ കള്ളത്തരം കാട്ടി കടം വാങ്ങി നിൽക്കുക. ആ പോലീസുകാരൻ എന്റെ മുഖത്ത് നോക്കി ഫ്രോഡെന്ന് വിളിച്ചു. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? പക്ഷെ ഇന്ന് ഞാൻ നാണം കെട്ടു. അവസാനം എന്നെ നിങ്ങളെ പോലെ ആക്കിയല്ലേ? എന്താടാ ഇത്? നിങ്ങൾ കടം വാങ്ങുന്ന കണ്ടു എന്റെ അമ്മ നീറി മരിച്ചു. ഇപ്പൊ എന്നെ നിങ്ങൾ കൊല്ലുക. ഇനി അടുത്തത് അവളെയും കൊല്ലും. എടാ, അങ്ങനെയൊന്നും എന്നാ പറയാതെ. നിങ്ങൾ മാത്രം കടം വാങ്ങി വാങ്ങി ജീവിക്കാൻ പോ. അച്ഛാ, നിങ്ങളെ ഞാൻ അടിച്ചു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. സഞ്ജയ്, പോ. ഇറങ്ങി പോവാൻ. $6 ലക്ഷം രൂപ പറ്റിച്ചുണ്ടാക്കിയതാ. പൊയ്ക്കോട്ടെ. പക്ഷെ ബാക്കിയുള്ള 4 ലക്ഷം രൂപ എന്റെ അമ്മ തയ്യൽ മെഷീൻ ചവിട്ടി ഉണ്ടാക്കിയതാ. അതെനിക്ക് വേണം.
അത് ഞാൻ വിട്ടുകൊടുക്കില്ല.